നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ച പ്രവർത്തനം അനിവാര്യമെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണം. അധ്യാപകർ കുട്ടികളെ ചെറിയ രീതിയിൽ ശിക്ഷിക്കുമ്പോൾ പോലും സംഭവം പർവ്വതീകരിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും VK ശ്രീകണ്ഠൻ. KPPHA സംസ്ഥാന യാത്രയയപ്പ് സമ്മേളനം പാലക്കാട്ട്. മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന് നാടിന്റെ അന്ത്യയാത്രാമൊഴി. സ്വപ്നങ്ങൾ ബാക്കിയാക്കിയുള്ള യുവാവിന്റെ മടക്കം നാടിന്റെ കണ്ണീരായി. കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂരിൽ ചികിത്സയിൽ. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതി 1 കോടി ചിലവിൽ. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് VK ശ്രീകണ്ഠൻ MP. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 59ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സംഘർഷഭരിതമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണ്. വിദ്യാലയങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സമൂഹം അധ്യാപകർക്കൊപ്പം അണിനിരക്കണം. ഗുരുശിഷ്യബന്ധം ശക്തമാക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ മാറ്റം വേണം. അധ്യാപകർ പ്രതികളാകുന്ന സ്ഥിതിക്കും മാറ്റമുണ്ടാകണം. വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായ ശിക്ഷാരീതികളെപ്പോലും പർവ്വതീകരിക്കുന്നതും അധ്യാപകർ ക്രൂശിക്കപ്പെടുന്നതും വിദ്യാഭ്യാസ നിലവാര തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. അത്ര വലിയ ഉത്തരവാദിത്തമാണ്, പക്ഷെ അതിനേക്കാളും വലിയ തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് അധ്യാപകർ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുന്ന ജോലി ഉണ്ടാകുന്ന ഉറപ്പില്ലാതെ നിങ്ങൾക്ക് ഓർമ്മയില്ല, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിടാനുള്ള സാധ്യത. മിക്കവാറും ആളുകൾ താൽക്കാലികമാണ്. അപ്പം നമുക്ക് ആ കേന്ദ്ര പാക്കേജ് വന്ന ആ ഒരു കാലത്തുണ്ട്. സ്വാഭാവികമായിട്ടും ആ കാലത്താണ് അധ്യാപകർക്ക് ഒന്നും മൈൻഡ് ഫ്രീ ആയിട്ട് സ്കൂളിലേക്ക് പോകാനെന്ന് പറ്റും. അവിടെ സ്കൂളിൽ പോയാൽ ഇല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയാൽ എന്താ ആകെ അസ്വസ്ഥമായ അന്തരീക്ഷം. അങ്ങനെ ആർക്കാണ് ശരിക്കും സമാധാനം വേണ്ടത്? അധ്യാപകർക്ക് സമാധാനം വേണ്ടത്. കാരണം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും എല്ലാം മറന്നിട്ടാണ് സ്കൂളിലേക്ക് പോകും. അവിടെ ചെന്ന വേറൊരു ലോകമാണ്. ആ ലോകത്ത് സ്വതന്ത്രമായിട്ട് അതും പിന്നെ പ്രയാസമൊന്നുമില്ല, മനസ്സിന് കഷ്ടപ്പാടും പ്രയാസമൊക്കെ വെച്ചിട്ട് പോകാതെ സ്വതന്ത്രമായിട്ട് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങളുടെ പ്രവർത്തനം പൂർണ്ണം കൂടുതലാകുള്ളൂ. KPPHA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CF റോബിൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PS ശിവശ്രീ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT ആന്റണി, ജില്ലാ പ്രസിഡന്റ് C നന്ദിനി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP വേണുഗോപാലൻ, TV നാസർ, KK മനോജൻ, ജേക്കബ് ജോൺ, TM ജലീൽ, M സൈതലവി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന് നാടിന്റെ അന്ത്യയാത്രാമൊഴി. മൃതദേഹം രാവിലെ 8:30യോടെയാണ് മുണ്ടൂർ കണ്ണടം ചോലയിലെ വീട്ടിലെത്തിച്ചത്. കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂരിൽ ചികിത്സയിലാണ്. ജനിച്ച വീടിനോടും നാടിനോടും യാത്ര പറയാൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ മുണ്ടൂർ കണ്ണാടം ചോലയിലെ വീട്ടിലെത്തി. അലന്റെ വരവും നോക്കി നൂറുകണക്കിന് ആളുകളാണ് വീട്ടുമുറ്റത്ത് കാത്തുനിന്നത്. അവർക്കിടയിലേക്ക് അലന്റെ ശരീരം പൊതുദർശനത്തിനും ശുശ്രൂഷകൾക്കുമായി മാറ്റിയപ്പോൾ പലരും വിങ്ങിപ്പൊട്ടുന്നത് കാണാമായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം തിങ്കളാഴ്ച ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. കേരളത്തിന് പുറത്തുനിന്നുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ എത്താനുള്ളതുകൊണ്ട് മൃതദേഹം പാലക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8:45 മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12-ന് മുണ്ടൂർ മൈലമ്പുള്ളിയിൽ ഇന്ത്യൻ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുടെ സെമിത്തേരിയിൽ
സംസ്കാര ചടങ്ങ് നടന്നു. ഞായറാഴ്ച രാത്രി അലനെയും അമ്മയെയും അവരുടെ സ്വന്തം വീടിന് 100 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് കാട്ടാന ആക്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലൻ്റെ അമ്മ വിജി തൃശ്ശൂരിൽ ചികിത്സയിലാണ്. പ്രാരാബ്ദങ്ങൾക്കിടയിൽ കെട്ടിപ്പൊക്കിയ ചെറിയ വീടിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന സ്വപ്നം അവശേഷിപ്പിച്ചാണ് അലൻ എന്ന 24-കാരൻ വന്യമൃഗ ആക്രമണത്തിൻ്റെ രക്തസാക്ഷിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൊട്ടക്കുന്ന് ജാമിയ അലും മദ്രസയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. പള്ളി ഖത്തീബ് അബൂബക്കർ ഫാളിൽ നിഷാമി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഖത്തീബ് സാലിം സഹദി, ഭാരവാഹികളായ ഷഫീർ, സിദ്ദിഖ്, ഹംസ, മുജീബ് എന്നിവർ സംസാരിച്ചു. അവരെയൊക്കെ കഴിഞ്ഞാൽ പരിചയമുള്ള ഉസ്താദുമാരെയൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാരെയും കൊണ്ടുപോകണം. ഇതിനൊക്കെ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഇവരാണല്ലോ. അപ്പൊ ജീവിതത്തിലുടനീളം ഇവിടെ പഠിക്കുന്ന കാലത്തും അല്ലാത്ത സമയത്തും ഇവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ സ്ഥലം കണ്ടെത്തണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം. നിങ്ങള് ഭൗതിക വിദ്യാഭ്യാസവും പഠിക്കുന്നവരാണ്. പക്ഷേ ഇന്നേ വരെ ഒരു ക്ലാസ്സിലും നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം എന്നുള്ള വാചകം. പാഞ്ഞാൾ ദേവസ്വം അയ്യപ്പൻകാവിലെ ഉത്രമേളയോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരാറുള്ള അവാർഡ് ദാന ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വലിയ ആവേശമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ഗ്രാമത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നത് എത്രയോ വിവിധ രാജ്യങ്ങൾ വരെ പണിക്ക് പോയ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ പോയ, ഈ നാടിൽ നിന്ന് കുഗ്രാമത്തിൽ നിന്ന് ജോലിയുടെ ഭാഗമായി പോയ ആളുകൾ സ്വന്തം കുടുംബത്തെ പിറന്നാളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലും വരില്ല. നമ്മുടെ ഗ്രാമത്തിൽ നടക്കുന്ന ഇത്തരം ഉത്സവങ്ങളോ വേലയ്ക്കോ എന്ത് വില കൊടുത്തും വരും. ഈ അഴക് കാണാൻ വേണ്ടി വരും. അതൊരു വികാരമാണ്. ഞങ്ങൾ കുറച്ച് നേരിട്ട് കണ്ടത് ഈ അതിവളങ്കാവ് വേലയ്ക്കുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കാണാൻ പറ്റിയത്. ഏതായാലും ഉത്തരം വേലയും അതേ ഒരു അർത്ഥത്തിലാണ് പ്രിയപ്പെട്ട ദേശ കമ്മിറ്റിക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നതും എന്നത് നല്ല പോലെ അറിയാം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കാട്ടിൽ നീലകണ്ഠൻ അക്കിത്തിരിപ്പാട് സ്മാരക കീർത്തി പുരസ്കാരം അതിരാത്ര യജ്ഞാചാര്യനും യജുർവേദജ്ഞനും ആയ ബ്രഹ്മശ്രീ പന്തക്കൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരിക്ക് 11,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഓണപ്പുടവയും പൊന്നാടയും നൽകി ആദരിച്ചു. കഴിഞ്ഞ തലമുറയിലെ തായമ്പ വിദഗ്ധനും നിരവധി ശിഷ്യസമ്പത്തുള്ള ആളുമായിരുന്ന തമാറ്റൂർ ശങ്കരൻ സ്മാരക വാദ്യരത്ന പുരസ്കാരം പ്രശസ്ത മേളവിദഗ്ധൻ മായന്നൂർ നാരായണൻ നായർക്ക് 8,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഓണപ്പുടവയും പൊന്നാടയും നൽകി ആദരിച്ചു. പാഞ്ഞാൽ അയ്യപ്പൻകാവ് മുൻ കോമരമായിരുന്ന കോതാണ്ടത്ത് ഗോവിന്ദൻ നായർ വെളിച്ചപ്പാട് സ്മാരക അയ്യപ്പ ജ്യോതി പുരസ്കാരം ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം കോമരം ജയപ്രകാശ് വെളിച്ചപ്പാടിന് 8,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഓണപ്പുടവയും പൊന്നാടയും നൽകി ആദരിച്ചു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, അശ്വതി, സജു, ലതാ ഭാസ്കരൻ, ഉഷ ഉണ്ണികൃഷ്ണൻ, ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി ബ്രഹ്മശ്രീ മണ്ണഴിമന നാരായണൻ നമ്പൂതിരിപ്പാട്, കാണിപ്പയ്യൂർ കൈക്കൊട്ടിക്കളി സംഘം ആചാര്യ ശ്രീലതാ നാരായണൻ, ചന്ദ്രൻ അന്തിക്കാട്ടുകുളങ്ങര, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്കോടെ ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ പാഞ്ഞാൽക്കാരി മാളവിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാഞ്ഞാൾ ദേവസ്വം മാനേജർ N നീലകണ്ഠൻ നമ്പൂതിരി നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം ആചരിച്ചു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ദിനാചരണം നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക ആരോഗ്യ ദിനാചരണ പരിപാടി വാർഡ് കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുന്നതിൽ പങ്കാളികളാണ് നമ്മുടെ ആരോഗ്യരംഗത്തുള്ള ഓരോ പ്രവർത്തകരും. അവരോടൊപ്പം ചേർന്ന് ഞങ്ങളെപ്പോലെയുള്ള
പൊതുപ്രവർത്തകരും സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അംഗനവാടികളിലൂടെ ആശാവർക്കർമാരോടും ഹെൽത്ത് വിഭാഗത്തോടും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളും. ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം ആചരിച്ചത്. നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. ചടങ്ങിൽ കൗൺസിലർ ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാധ വിഷയാവതരണം നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസൻ, PRO ധന്യ എന്നിവർ സംസാരിച്ചു. ആഗോള ആരോഗ്യ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുകയും അവ പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗവൺമെന്റ് കോൺട്രാക്ടർമാരെ സർക്കാർ കാണുന്നത് പുച്ഛത്തോടെയാണെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. ലൈസൻസ് ഫീസ് ഉൾപ്പെടെ ലക്ഷങ്ങൾ വർദ്ധിച്ചപ്പോഴും 2021 ഷെഡ്യൂൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് നീതീകരിക്കാനാവില്ലെന്നും ഇതുമൂലം ഇടത്തരം കരാറുകാർ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നതായും കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ചെയർമാൻ ഇ ശ്രീധരൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ പരിഗണന ലഭിക്കാത്തത് മൂലം നിരവധി ചെറുകിട ഇടത്തരം കരാറുകാരാണ് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയാതെ ജോലി ഉപേക്ഷിച്ചത്. ചെറുകിട ഇടത്തരം കരാറുകാരെ ഒഴിവാക്കാനുള്ള നയങ്ങളാണ് സർക്കാർ തുടരുന്നത്. വ്യാപാര മേഖലയിൽ അവശ്യ വസ്തുക്കൾക്ക് ഭീമമായി വില വർദ്ധിച്ചിട്ടും സർക്കാർ ഷെഡ്യൂൾ നിരക്കായി നൽകുന്നത് 2021 പൂർത്തീകരിച്ച നിർമ്മാണ പ്രവൃത്തികളുടെ കുടിശ്ശിക ലഭിക്കാതിരിക്കുന്നത് തുടരുകയാണ്. ലൈസൻസ് ഫീസ് ഇനത്തിലും നികുതി ഇനത്തിലും കോടികൾ നൽകിയിട്ടും കരാറുകാർക്കായി ക്ഷേമനിധി ഏർപ്പെടുത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. സൊസൈറ്റികളുടെയും കുത്തകകളുടെയും കടന്നുവരവും ചെറുകിട കരാറുകാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സർക്കാർ അനുകൂല ഉത്തരവ് നൽകിയാലും ഉദ്യോഗസ്ഥ ലോബി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. കരാറുകാർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും സമരമാർഗങ്ങളെക്കുറിച്ചും 8-ന് കൊടുമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ശ്രീധരൻ പറഞ്ഞു. ജീവിതോപാധി കണ്ടെത്താൻ വേണ്ടി കണ്ടെത്തിയ ഒരു മേഖലയാണ് ഈ കരാർ മേഖല. അപ്പൊ അതിൽ ഇപ്പൊ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ ഞങ്ങളുടെ ലൈസൻസ് ഫീ 3 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. നമ്മളൊക്കെ ഇതിനു മുമ്പൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്, നമ്മൾക്ക് അനുഭവമുള്ളതാണ് അല്ലേ. അതേപോലെ ബാർ മുതലാളിമാർക്കൊക്കെ ഫീസ് ലൈസൻസ് ഫീ വർദ്ധിപ്പിക്കുന്നത് പോലെ 10 ലക്ഷം 15 ലക്ഷം 25 ലക്ഷം വർദ്ധിപ്പിക്കുന്ന അവർക്ക് താങ്ങാം. പക്ഷേ ചെറുകിട ഇടത്തരം കരാറുകാർ അത് അത്തരം ഫീസ് വർധന ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. നേരത്തെ C ക്ലാസ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ മതി, C ക്ലാസ്സിന് 50,000 രൂപ മതി, B ക്ലാസ്സിന് 75,000 രൂപ മതി, A ക്ലാസ്സിന് 1 ലക്ഷം രൂപ മതി. അത് ഇപ്പോ 75, 1.5, 2, 3, 6 ലക്ഷം വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ C ക്ലാസും D ക്ലാസും രജിസ്ട്രേഷൻ എടുത്തവരെല്ലാം ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കൺവീനർ D ഗോപിദാസൻ, ട്രഷറർ A സുരേഷ്, K മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിൽ മിനി ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. 1 കോടി ചെലവിലാണ് പദ്ധതി പൂർത്തീകരിക്കുക. ഇതോടെ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന ആശ്വാസമാണ് നാട്ടുകാർക്കും വ്യാപാരികൾക്കും. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണമാണ് തുടങ്ങിയത്. മലമ്പുഴ കനാൽ വകുപ്പിന്റെ സ്ഥലം ഏറ്റെടുത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും ഇടയിലുള്ള മലമ്പുഴ കനാലിന് മുകളിൽ 100 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തുമായും തമിഴ്നാട്ടിലേക്കുമായി ദിനേന 100 കണക്കിന് റൂട്ട് ബസ്സുകൾ ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. പൊതുവെ വീതി കുറഞ്ഞ കോട്ടായി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. ബസ് സ്റ്റാൻഡ് പൂർത്തിയാകുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാടിന്റെ തനത് കലാരൂപമായ കണ്യാർകളിയുടെ പരിപോഷണത്തിനായി കണ്യാർകളി ആർട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ മെയ് 16, 17 തീയതികളിൽ പല്ലശന വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രാങ്കണത്തിൽ കളിമുറ്റം സംഘടിപ്പിക്കും. 2 ദിവസങ്ങളായി നടക്കുന്ന കളിമുറ്റത്തിൽ ജില്ലയിലെ 30ഓളം ദേശങ്ങൾ 2 കളി വീതം അവതരിപ്പിക്കുമെന്ന് KKAPC ട്രഷറർ P. കൃഷ്ണപ്രസാദ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാടിന്റെ തനത് കലാരൂപമായ കണ്യാർകളി ദേശങ്ങളുടെ ഉത്സവമാണ്. ദേവീദേവന്മാരെ സ്തുതിച്ചും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ വർണ്ണിച്ചും അവതരിപ്പിക്കുന്ന കണ്യാർകളി പാരമ്പര്യ ചുവടുകൾ നിറഞ്ഞതാണ്. പതികാലത്തിൽ തുടങ്ങി ഇടവട്ടം, പോക്കുവട്ടം എന്ന രീതിയിലാണ് കളി അവതരിപ്പിക്കുന്നത്. പാലക്കാടിന്റെ പാരമ്പര്യ കലാരൂപമായ കണ്യാർകളി കൂടുതൽ ജനകീയമാക്കുന്നതിനായാണ് ഓരോ വർഷവും കളിമുറ്റം സംഘടിപ്പിക്കുന്നതെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. ക്ഷേത്രാങ്കണത്തിൽ നടത്തിവരുന്ന ഈ കലാരൂപം ഈ വർഷത്തെ വാർഷിക ആഘോഷം
കേരള കന്യാകുമാരി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പല്ലശ്ശേന ദേശത്തിൽ വെച്ച് കന്യാർകളി മുറ്റം എന്ന പേരിൽ നടക്കാൻ പോവുകയാണ്. തീർച്ചയായും ആ ഒരു കലാവിരുന്നിലേക്ക്, ആ ഒരു കലാസന്ധ്യ, 2 ദിവസങ്ങളിൽ നടക്കുന്ന കലാസന്ധ്യ നല്ല രീതിയിൽ നടത്തുന്നതിനും നല്ല രീതിയിൽ ആ കലയെ പരിപോഷിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ഏവരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ദേശങ്ങളിലെ ആശാന്മാരും സംഘടക സമിതി ഭാരവാഹികളുമായ ശബരി പ്രകാശ്, മുരളീധരൻ വി പല്ലശന, വിജയരാഘവൻ എം, മുരളീധരൻ വാണിയമ്പറമ്പത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കാളികാവ് ഉത്രംവിളക്ക് മഹോത്സവം ഏപ്രിൽ 11 വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 9 മുതൽ 11 വരെ കോങ്ങാട് ക്ഷേത്രകലാക്ഷേത്രം വത്സനും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം, ആൽത്തറമേളം എന്നിവ നടക്കും. ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ടോടെ വിവിധ ദേശകമ്മിറ്റികളുടെ വേലകൾ, ആന, മറ്റ് കലാരൂപങ്ങളുടെ അകമ്പടിയോടെ താവളം വഴി ക്ഷേത്രസന്നിധിയിലെത്തിച്ചേരും. വൈകിട്ട് ദീപാരാധന, കേളി, പറ്റ്, ശീവേലി എന്നിവയും ഉണ്ടായിരിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഈ നടക്കുന്ന ഏപ്രിൽ 11 നടക്കുന്ന ഉത്രംവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന 11 ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വേലകൾ കാവിൽ വന്ന് കയറി വരുന്നു. അതുകൂടാതെ മറ്റുള്ള നാട്ടുകാരുടെയും മറ്റുള്ള ഉത്സവ കമ്മിറ്റിക്കാരുടെയും ഉത്സവത്തിന് നേതൃത്വം നൽകുന്ന ഉത്സവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെയും നേതൃത്വത്തിൽ ഈ ഉത്സവം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസ മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ച പ്രവർത്തനം അനിവാര്യമെന്ന് VK ശ്രീകണ്ഠൻ MP. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണം. അധ്യാപകർ കുട്ടികളെ ചെറിയ രീതിയിൽ ശിക്ഷിക്കുമ്പോൾ പോലും സംഭവം പർവ്വതീകരിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും VK ശ്രീകണ്ഠൻ. KPPHA സംസ്ഥാന യാത്രയയപ്പ് സമ്മേളനം പാലക്കാട്ട്. മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന് നാടിന്റെ അന്ത്യയാത്രാമൊഴി. സ്വപ്നങ്ങൾ ബാക്കിയാക്കിയുള്ള യുവാവിന്റെ മടക്കം നാടിന്റെ കണ്ണീരായി. കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലന്റെ അമ്മ വിജി തൃശൂരിൽ ചികിത്സയിൽ. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതി 1 കോടി ചിലവിൽ. ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.